ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ ഒരു വ്ളോഗായിട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ, അല്ലെങ്കിൽ മറന്നു പോകും. ഞാനിതാ ചോറ് വെക്കുന്നത് ഗ്യാസ് അടുപ്പിലായതുകൊണ്ട് തന്നെ ഞാൻ കെറ്റിൽ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടാണ് ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരി ഇടുന്നുണ്ട്. അരി റേഷൻ അരിയാണ്. പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാനും ഉണ്ട്. അതുകൊണ്ട് രാവിലെ എണീറ്റ് അടുക്കളയിലേക്ക് വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്ന പണി ചോറ് വെക്കലാണ് കേട്ടോ. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് പൊടി നനച്ചെടുക്കുന്നുണ്ട്. ഇത് റെഡിമെയ്ഡ് പുട്ട് പൊടിയാണ്. അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറിന് കിഴങ്ങ് വെച്ചിട്ടൊരു ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. മിക്ക ദിവസങ്ങളിലും ഇവിടെ രാവിലെ ദോശയാണ് കേട്ടോ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഞാൻ പുട്ടൊന്നും ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതുപോലെ കിഴങ്ങൊക്കെ മുറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈഡ് ഐറ്റംസ് ആക്കി എടുക്കാനുണ്ട്. പിന്നെ ഒരു കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ക്രീമൊക്കെ സെറ്റാക്കി വെക്കാനുണ്ട്. ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യാനുണ്ട്. പിന്നെ ഇന്നത്തെ ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഡിങ്ങിൻ്റെ ഓർഡറാണെന്നുള്ളത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ട്. സ്നാക്സിൻ്റെ ഓർഡർ ഉണ്ട്. കുറച്ചധികം പണികളുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്കുള്ള ചോറൊക്കെ ആയതിന് ശേഷം ചോറൊക്കെ ഞാൻ ടിഫിൻ ബോക്സിലേക്ക് സെറ്റ് ചെയ്യാണ്. സ്നാക്സിന് സോനുവിന് പഴം വാട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൈഡാക്കിയ കിഴങ്ങും പിന്നെ അതുപോലെ തന്നെ മീനൊക്കെ പൊരിച്ചിട്ട് നമ്മൾ ടിഫിൻ ബോക്സിൽ വെച്ച് പാക്ക് ചെയ്ത് ബാഗിൽ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ രാവിലെ ഒരു ജഗബൊഗയാണ്. ആ ജഗബൊഗേൻ്റെ ഇടയിൽ കൂടെ കേക്കും കൂടി ഉണ്ടെങ്കിലോ, സാധാരണ സ്കൂളിൽ മക്കളെ വിടുന്ന സമയത്ത് നല്ല തിരക്കാണെന്ന് പൊതുവെ എല്ലാവരും പറയൂലേ. അയക്കൂട്ടത്തിൽ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ അല്ലേ. പെട്ടെന്ന് കേക്കും കൂടെ ഒന്ന് ഞാൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സോനുവിന് താഴെ റോട്ടിൽ വരെ ബസ് കയറ്റാൻ കൊണ്ടുപോകേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ പോയിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടാണ് ഞാൻ ഈ കേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അങ്ങനെ സ്കൂൾ ബസ്സൊക്കെ വന്ന് സോനുവിനൊക്കെ വണ്ടിയിലൊക്കെ കയറ്റി വിട്ടതിൻ്റെ ശേഷമാണ് ഇതാ തിരിച്ചു വരുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. മാങ്ങ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു പുഡിങ് കൊടുക്കാനുള്ളത്. ഒന്ന് മിൽക്ക് വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ മിൽക്ക് പുഡിങ്ങും മാംഗോ പുഡിങ്ങുമാണ് കൊടുക്കാനുള്ളത്. ഇത് രണ്ടും സെറ്റാക്കിയിട്ട് ചൂട് തണിയുന്നവരെ പുറത്ത് വെച്ച് അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒക്കെ അങ്ങനെ ഓരോ പാർട്ടായിട്ട് സെറ്റാക്കി എടുക്കാനുണ്ട്. പിന്നെ കേക്ക് ഡെലിവറി ചെയ്യണം കേട്ടോ. അപ്പോൾ കേക്കിന് ഡെലിവറി ചെയ്യണത് ബസ്സിൽ കൊണ്ടുപോയി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും കേക്ക് കൊടുക്കാനുള്ള സ്ഥലത്ത് കുറച്ച് ആവശ്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പോക്ക് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കേക്കൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാനിതാ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം സ്കൂളിലൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞൊരു 10-11 ആയിട്ടോ ഞാൻ ഇറങ്ങിയപ്പോൾ. ഈ സമയത്ത് പോണതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. ബസ്സിൽ സീറ്റൊക്കെ ഒഴിവുണ്ട്. നല്ല തിരക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ബസ്സിൽ കൊണ്ടുപോകൽ റിസ്ക്കാണ്. അങ്ങനെ തിരക്കൊഴിഞ്ഞ സമയത്ത് തന്നെ ബസ്സിൽ സീറ്റൊക്കെ കിട്ടി വന്നതുകൊണ്ട് തന്നെ കേക്കൊക്കെ ഡെലിവറി ചെയ്തു. പിന്നെ തിരിച്ച് വന്നപ്പോൾ പുഡിങ്ങൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ക്ലിങ് റാപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് ഓട്ടോയിലാണ് ഇത് കൊടുത്തു വിടുന്നത്. മിക്ക കേക്കുകളും സ്നാക്സുകളും ഒക്കെ എല്ലാം ഞാൻ ഇതുപോലെ ഓട്ടോയിലാണ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഡെലിവറി ചാർജ് ചിലർ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ്, ചിലർ നമുക്ക് ഡെലിവറി ചാർജ് തരാത്തവരും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ലാഭവും നഷ്ടവും ഒക്കെ അങ്ങനെ നികത്തിയും അങ്ങനെ മുന്നോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇന്നത്തെ ഈ ചെറിയൊരു വിശേഷമായിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം.